നമ്മളെ വയനാട് ട്രിപ്പിൻ്റെ ഡേ 2 ആണ് കേട്ടോന്ന്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു പാക്കേജിൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇൻവോൾവ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഈ ക്യാൻറ്റീനിൽ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, കടലക്കറി, പിന്നെ ദോശയിലേക്ക് 2 ടൈപ്പ് ചട്നിയും കൂടി ഉണ്ട്, പിന്നെ പാൽ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും ഫുഡൊക്കെ എടുക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആള്, ആര്യസ്ഥൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആളാണ്. അപ്പോൾ ആള് നമുക്ക് വെള്ളവും ചായയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ജസ്റ്റ് എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ. ദേ ഇതൊക്കെ ഡയറ്റിലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് ഫുഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. പിന്നെ ദേ ഞാനും ഇവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ റുവ ബേബി ഉണ്ട്. അപ്പോൾ ഉമ്മ ഫുഡ് കഴിച്ചിട്ട് വേണം പിന്നെ എനിക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ദേ ഉമ്മയുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന്. ഇവരുടെ ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയില്ലേ ഒരു സ്ഥലം, മറ്റേ ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലം, അവിടേക്ക് ഇവരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരെയും കൂട്ടിയിട്ട് ആ അരുവി ഉള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ കുറച്ച് പാടാണ്. പപ്പ ദേ റുവ ബേബിനെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇറങ്ങാനായിട്ട്. അങ്ങനെ ദേ നമ്മളെല്ലാവരും ഇവിടെ എത്തി. കണ്ട ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങലൊക്കെ ഉണ്ട് കേട്ടോ, കുളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഊഞ്ഞാലാടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കുട്ടീസിനൊക്കെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ടൊക്കെ കാട്ടി കൊടുത്ത്, അല്ലാത്തവരൊക്കെ എല്ലാവർക്കും ഇന്ന് നല്ല ധൈര്യമായി സ്പീഡിൽ ആടാനുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാനും ഊഞ്ഞാലൊക്കെ ആടി. എന്തോ ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. നമുക്കിങ്ങനെ അവിടെ എത്തുമ്പോൾ തിരിഞ്ഞ് നോക്കിയാൽ വാട്ടർഫോളൊക്കെ കാണാം. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിലിതേ റിച്ചു കണ്ടിട്ട് ഏറ്റവും സ്പീഡിൽ ആടിയത്. അപ്പോൾ അൻസിക്കയും ജിതുക്കയും കൂടി ഒന്നിച്ചാണ് കേട്ടോ അവൻ ആട്ടണ്ടായിരുന്നത്. ഭയങ്കര സ്പീഡിൽ പോയി. കാണുമ്പോൾ ഇങ്ങനെ പേടിയാവണ്ടായിരുന്നു. ഈ ഊഞ്ഞാലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങനെ ടെൻറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചില സ്ഥലത്തായിട്ട് അവരിങ്ങനെ ടെൻറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയിരുന്നതാണ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. റുവ ബേബി ഇതേ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ജിതുക്കയും റിച്ചും റിസയും ഞാനും ചിന്താത്തയും കൂടിയിട്ട് ഇറങ്ങാണ് കേട്ടോ ആ ഒരു കുട്ടി വാട്ടർഫോളിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇറങ്ങാനൊരു ഇത്തിരി പാടുണ്ട്, കുറച്ച് ടാസ്ക് ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടാൻ. ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. നല്ല തണുത്ത വെള്ളമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കുളിക്കാനെന്ന് പറഞ്ഞിട്ട് ജിതുക്കയും റിച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കാലൊക്കെ ഇട്ട്
നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അൻസിക്കയും കൂടി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഇനിയും കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് വന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടുത്തെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ഇതേ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ചെക്കൗട്ട് ചെയ്യണ ടൈം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും ലഗേജസ് ഒക്കെ പാക്ക് ചെയ്ത് പുറത്ത് കൊടുന്ന് വെച്ചേക്കാണ്. ഇനി നമ്മൾ ഇവിടുന്ന് ജീപ്പിൽ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ആക്കി തരും കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ വന്നില്ലേ ഇവിടം വരെ, ഇനി ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ ജീപ്പിൽ ഓഫ് റോഡിൽ അവർ നമ്മളെ അവിടെ ആക്കി തരും. അതിനുശേഷം നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീപ്പിൽ തന്നെ നമ്മളെ ഏറ്റവും താഴെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തില്ലേ അവിടേക്ക് തിരിച്ചാക്കി തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ലഗേജസ് ഒക്കെ എടുത്തിട്ട് ജീപ്പിൽ കയറാനായിട്ട് പോവാണ്. ഈ ഒരു ജീപ്പ് ഡ്രൈവർ നല്ല ആളായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ വന്ന ആളോട് നമ്മൾ ബേബി ഉണ്ട് മെല്ലെ എടുക്കണം എന്ന് പറഞ്ഞിട്ടും അയാൾ ഭയങ്കര സ്പീഡിൽ തന്നെ എടുത്തിരുന്നത്. ഇയാൾ ഇങ്ങനെ നോക്കി നന്നായിട്ടൊക്കെ അയാൾക്ക് പറ്റണ അത്രയും രീതിയിൽ കെയർ ചെയ്തിട്ടാണ് ഇയാൾ ഡ്രൈവ് ചെയ്യണുണ്ടായിരുന്നത്. എന്നാലും ആ ഒരു ഓഫ് റോഡ് അത്രയും ഭീകരമായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുലുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല. പപ്പ റുവാനെ അത്രയും ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്ത കാരണം കൊണ്ട് തന്നെ റുവ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ എത്തണ വരെയും നല്ല ഉറക്കത്തിലായിരുന്നു. നമ്മളൊരു പകുതി വരെയും ഭയങ്കര കുലുങ്ങി പോയിട്ട് ഒരു ഏരിയ എത്തിയപ്പോൾ പിന്നെ ഈ ഒരു ടയറിൻ്റെ ഭാഗം അവരിങ്ങനെ സിമെൻ്റ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കാരണം പിന്നെ അങ്ങോട്ട് അത്ര പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തി ഇറങ്ങി അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പം അഡൾട്ടിന് 250 റുപ്പീസും ചിൽഡ്രന് 100 റുപ്പീസും ഉണ്ടാവും വരുന്നത്. അപ്പം നമ്മൾ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. അതിൽ ഈ ഒരു റൈഫിൾ ഷൂട്ടും അതേപോലെ തന്നെ ഈ ഒരു അഡ്വഞ്ചർ സ്വിങ്ങും ഇൻവോൾവ് ആയിരിക്കില്ല. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇതേ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് നമ്മളെ ടിക്കറ്റൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അയാൾ നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് തിരിച്ചു തരും. അപ്പോൾ അതായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞി സ്വിങ്ങുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞാലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്വിങ്ങിൻ്റെ അവിടെ ഇരുന്ന് ഒക്കെയാണ് കേട്ടോ പോണത്. അങ്ങനെ ഫസ്റ്റ് ഇതേ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി. അവിടെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മളുടെ ഷൂസും ചെപ്പലൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ കയറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആയിരുന്നില്ല. ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസിലൊക്കെ കാണല്ലേ നല്ല അടിപൊളിയായിട്ട് അടിയിൽ എന്ന് വെച്ചാൽ ഗ്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ, താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേടിയാവുന്ന രീതിയിലായിരിക്കും എന്നൊക്കെ ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. കയറിക്കഴിഞ്ഞപ്പം ആ ഒരു ബ്രിഡ്ജിൻ്റെ തന്നെ ഫുൾ ഭാഗങ്ങളും ഒക്കെയാണ് കാണുന്നുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പേടിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് പോയി. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു സ്വിങ് കണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാ റുവ ബേബിനായിട്ട്. അപ്പോൾ എംബ്രിനായിട്ട് സൂറാൻ്റെയും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറിയില്ല ഈ ഒരു ട്രീ ഹൗസിലേക്ക് ഫസ്റ്റ്. ബാക്കി എല്ലാവരും ട്രീ ഹൗസിൽ കയറി ഇറങ്ങിയതിന് ശേഷം അവരെ കയ്യിൽ ബേബീസിനെ കൊടുത്തിട്ട് ഞാനും സൂറാൻ്റെയും കൂടി കയറാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കയറി വന്നവരൊക്കെ പറഞ്ഞു അവിടെ കാര്യമൊന്നുമില്ല, കഷ്ടപ്പെട്ട് കുറേ കയറണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കണ്ട പോലത്തെ ഒരു വ്യൂ തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യണതല്ലേ, അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് പിന്നെ എങ്ങനെ കയറാണ്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സൂറാൻ്റെയും കയറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറിയിട്ടാ. അവിടെ ഉമ്മയും പപ്പയും എന്നെ വെയിറ്റ് ചെയ്തിട്ട് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, അവർ താഴെ ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അതേ ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു റിസോർട്ടിൻ്റെ അവിടെ തന്നെ നടന്നിട്ട് എൻ്റെ കാലൊന്നും ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നടക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം പെയിൻ ഉണ്ട്, എന്നാലും ഒന്ന് പോയി നോക്കാം മുകളിൽ നിന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഞാൻ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ട്രീ ഹൗസിൻ്റെ. അപ്പോൾ ഇതേ ഉമ്മയും പപ്പയും ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ട. ഞാൻ അവിടെയാണ് ഇരിക്കേണ്ടായിരുന്നു കേട്ടോ,
അത്രയും താഴ്ചയിൽ. ഇനി ഇതേ നമുക്കിവിടെ പോയിട്ട് ജസ്റ്റ് ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനപ്പോൾ എന്തായാലും കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ താഴെ ഇറങ്ങി. റൈഫിൾ ഷൂട്ടിങ്ങും ആർച്ചറി ഷൂട്ടിങ്ങും ഒക്കെ ഉള്ളിടത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ട് എല്ലാവരും ഈ ഒരു ആർച്ചറി ഷൂട്ടിംഗ് ട്രൈ ആക്കി നോക്കിയിട്ടാ. ജിതുൻ്റെതായ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടീസൊക്കെ അതിൽ കയറി കളിക്കൽ തുടങ്ങി. ഇതേ ഏറ്റവും 2 ചെറിയ കുട്ടികൾ ഇവിടെ ഊഞ്ഞാലാടാനുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പം ഈ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വന്നു. ഇവിടെ റിച്ചും ജിതുക്കയും കൂടിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ അവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മൾ വന്ന പോലല്ല, ഇവിടെ ഫുൾ ജീപ്പായിട്ടാണ് നിറച്ച ആൾക്കാർ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ ജീപ്പിൽ ഏറ്റവും താഴേക്ക് കൊണ്ടാക്കി തന്നിട്ടാ. അങ്ങനെ പിന്നെ നമ്മൾ ഇനി കാറിൽ കയറി ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ്. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ജയൻറ്റ് സ്വിങ് ഒക്കെ ഉള്ള ഭാഗങ്ങൾ. അപ്പോൾ അവിടെ മാത്രമല്ല, ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജും പിന്നെ സ്വിങ് ഒക്കെ വേറെയും സ്ഥലത്തും ഉണ്ട് ഇവിടെ വയനാട് തന്നെ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു വ്യൂ ഒക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കയറിയ സെയിം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നത്, ജൂലൈ 30. അങ്ങനെ ഇന്നലെ കഴിച്ച അതേ ഫുഡ് തന്നെ ഞങ്ങൾ കഴിച്ചു. കാരണം എനിക്കും പപ്പക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ അതന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാ കഴിച്ചത്. പിന്നെ ബാക്കിയുള്ളവർ നോർമലായിട്ടുള്ള മീൽസും കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമൊക്കെ പോയി കഴിഞ്ഞപ്പം പിന്നെ എല്ലാവർക്കും ഒന്ന് ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ ഇതാ ഈ ഒരു ഇത്ത ചായ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഈ ഇത്ത സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകൾ, അതേപോലെ മീനിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ സൈഡിൽ വേറൊരു ഷോപ്പായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടയേർഡ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ കുറച്ച് ടൈം എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യണ പോലെ അവിടെ ഇരുന്ന് സാവധാനം ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഡേ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.